നമസ്കാരം. നിങ്ങളിൽ എത്ര പേർ ഗുജറാത്തിലെ മോർബി എന്ന സ്ഥലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്? 1979 ഒരു വലിയ ദുരന്തം മോർബി എന്ന സ്ഥലത്തിനടുത്തുള്ള മച്ചു ഡാമിൽ സംഭവിച്ചു. 25,000-ഓളം മനുഷ്യരാണ് ആ സമയത്ത് മരിച്ചത്. അതിശക്തമായ മഴയെ തുടർന്നാണ് ആ ഡാം തകരുന്ന ഒരു സാഹചര്യമുണ്ടായത്. യഥാർത്ഥത്തിൽ 4 ജില്ലകളിലുള്ള ആളുകൾ, കേരളത്തിലെ 4 ജില്ലകളിലുള്ള ആളുകൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. വെറും ഭാഗ്യത്തിൻ്റെ പുറത്ത് മാത്രമാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. അതായത് ഞാനൊരു കോട്ടയംകാരനാണ്. 4 ജില്ലകളെന്ന് പറയുമ്പോൾ ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ. വെറും ഭാഗ്യത്തിൻ്റെ പുറത്ത്. അതിനൊരു കാരണമുണ്ട്. വെറും 50 വർഷം മാത്രമാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഡിസൈൻ ലൈഫ്. അതായത് അത് പണി കഴിച്ച ആളുകൾ എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന ഡിസൈൻ ലൈഫ്, അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് വെറും 50 വർഷമായിരുന്നു. ആ 50 വർഷം കടന്ന് ഇപ്പോൾ ഏകദേശം 131 വർഷമായി. 1895 മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, ഡിസൈൻ ലൈഫും കഴിഞ്ഞ് ഏകദേശം 81 വർഷവും കഴിഞ്ഞു. ഇപ്പോഴും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർജവമുള്ള, നട്ടലുള്ള ഭരണാധികാരികൾ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു ഭയാനകമായ അവസ്ഥ നമ്മുടെ നാടിനുണ്ടാവില്ലായിരുന്നു. എനിക്ക് മോൻസ് ജോസഫിനോട്, അതായത് നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിനോട് പറയാനുള്ളത്, മുമ്പുള്ള ഭരണാധികാരികൾ ചെയ്ത ആ പിഴവ് താങ്കൾ ആവർത്തിക്കരുത്. നട്ടലുണ്ടെങ്കിൽ പുതിയൊരു ഡാം പണിയുവാനുള്ള എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റുന്നോ അത് താങ്കൾ ചെയ്യണം. പ്രാഥമികമായി സുപ്രീം കോടതിയെ ഇതിൻ്റെ ഭയാനകത, അതായത് 50 വർഷം മാത്രം ഡിസൈൻ ലൈഫ് ഉള്ള ഒരു ഡാം 131 വർഷമായിട്ടും തുടരാൻ അനുവദിക്കുന്നതിലെ ഭയാനകത നല്ല കഴിവുള്ള വക്കീലന്മാരെ വെച്ച്, പ്രാപ്തിയുള്ള വക്കീലന്മാരെ വെച്ച് സുപ്രീം കോടതിയെ ബോധിപ്പിക്കണം. ജനങ്ങളുടെ ജീവനാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞിട്ടാണ് തമിഴ്നാടിൻ്റെ ജലസേചനവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ. അതായത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കൂട്ടമരണമാണ് സംഭവിക്കാൻ പോകുന്നത്. ഭയാനകമായൊരു ദുരന്തം. 50 ലക്ഷത്തിനും 1 കോടിയുടെയും ഇടയ്ക്ക് ആളുകൾ മരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് മുല്ലപ്പെരിയാർ ഡാം തകരുന്നൊരു സാഹചര്യമുണ്ടായാൽ. അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട്, നമ്മുടെ നാട്ടിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഓടി നടന്ന് ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അതല്ല, ഒരു പരിഷ്കൃത സമൂഹത്തിൽ അതല്ല യഥാർത്ഥ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ വരുന്നതിന് മുമ്പ് അത് മാനേജ് ചെയ്യണം. അതിന് മോൻസ് ജോസഫിന് സാധിക്കണം. താങ്കൾക്ക് ആർജവമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ, ജനങ്ങളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താങ്കൾ ഭരണത്തിലിരിക്കുന്ന കാലത്ത് തന്നെ പുതിയ ഡാം പണി കഴിക്കുവാനുള്ള ആർജവം കാണിക്കണം. 5 വർഷമുണ്ട് താങ്കളുടെ മുന്നിൽ. ആർജവം ഉണ്ടാവണം, ഇച്ഛാശക്തി ഉണ്ടാവണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ താങ്കൾക്കതിന് സാധിക്കും. സമുദ്രനിരപ്പിനും 800 മീറ്റർ മുകളിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ മച്ചു ഡാം, ഞാൻ ആദ്യം പറഞ്ഞ ഗുജറാത്തിലെ മച്ചു ഡാം, യഥാർത്ഥത്തിൽ സമുദ്രനിരപ്പിന് വലിയ മുകളിലൊന്നുമല്ലായിരുന്നു. എന്നിട്ട് പോലും ഇത്രയധികം 25,000-ഓളം ആളുകൾ മരിക്കുന്ന ഒരു വലിയ ദുരന്തമായി അത് മാറി. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 800 മീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാം തകർന്നാലുണ്ടാവുന്ന ആ ഭീകരത ചിന്തിച്ചാൽ മതി, ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചാൽ മതി നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് മോൻസ് ജോസഫ് എന്ന മന്ത്രി ആർജവത്തോടെ സധൈര്യം മുന്നോട്ട് പോകണം. തമിഴ്നാടിൻ്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാതെ അവരോട് പോയി പണി നോക്കാൻ പറയണം. അവരുടെ ജലസേചനവും കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതായത് ജനങ്ങളുടെ ജീവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ജലസേചനം. അത് പറയാനുള്ള നട്ടൽ മന്ത്രിക്കുണ്ടാവണം. അത് വിജയല്ല, ഏത് പൊന്നുതമ്പുരാനാണെങ്കിലും ശരി, പോയി പണി നോക്കാൻ പറയണം. അതുപോലെ സുപ്രീം കോടതിയിൽ ബോധ്യപ്പെടുത്തണം. അതായത് നല്ല വക്കീലുമാരെ വെച്ച് വ്യക്തമായ റിപ്പോർട്ട്സ്, അതായത് ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ റിപ്പോർട്ട്സ്, സത്യസന്ധമായ അവരുടെ റിപ്പോർട്ട്സുമായി സുപ്രീം കോടതിയിൽ ചെന്നാൽ ഒരു കാരണവശാലും
അത് ഡിനേ ചെയ്യാൻ സുപ്രീം കോടതിക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സുശക്തമായിട്ട് നമ്മുടെ സർക്കാർ ഇന്നുവരെ ഒരു സർക്കാരും സുപ്രീം കോടതിയിൽ ഈ ഒരു കേസ് പ്രസൻറ്റ് ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിലെ യഥാർത്ഥ ഭീകരത, സംഭവിക്കാൻ പോകുന്ന ആ ദുരന്തത്തിൻ്റെ ഭീകരത സുപ്രീം കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ 100% പുതിയ ഡാമിനുള്ള ഒരു അംഗീകാരം സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കും. സുശക്തമായിട്ട് നടപടികളുമായി മുന്നോട്ട് പോകാൻ കേരള സർക്കാരിനും സാധിക്കും. അതുകൊണ്ട് വീണ്ടും ആവശ്യപ്പെടുകയാണ്, ഇതൊരു റിക്വസ്റ്റ് അല്ല, ഇതൊരു ആവശ്യമാണ്. മോൻസ് ജോസഫിന് ആർജവമുണ്ടെങ്കിൽ പുതിയ ഡാമിനായുള്ള നടപടികൾ ആരംഭിക്കുക.